ഞാനേ നിങ്ങൾക്ക് ഒരു അടിപൊളി സർപ്രൈസ് കാണിച്ചു തരാം. ദാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഡോറാണുള്ളത്. പക്ഷെ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു കിടിലൻ സർപ്രൈസ് ആണ്. എന്താന്നല്ലേ? ദാ ഇത് കണ്ടില്ലേ? ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. 150 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീനും അതുപോലെ തന്നെ 6 പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യമുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്ത് കംപ്ലീറ്റ്ലി സൗണ്ട് പ്രൂഫ് ചെയ്ത് ഇന്റീരിയർ കസ്റ്റമൈസ് ചെയ്തെടുത്തുള്ള സ്പീക്കർ സിസ്റ്റമുള്ള ഈ ഒരു ഹോം തിയേറ്റർ സിസ്റ്റത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് എത്രയായി, സ്പീക്കറിന്റെ സ്പെസിഫിക്കേഷൻ, സ്ക്രീനിന്റെ സ്പെസിഫിക്കേഷൻ, എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്, പ്രൊജക്ടറിന്റെ സ്പെസിഫിക്കേഷൻ, അതെന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഡോക്ടർ മിനു മാത്തന്റെ വീടാണ്, ട്രിവാൻഡ്രത്താണ്. ഇത് ജെയ്ക്ക് മാത്യു, ഡോക്ടർ മിനുവിന്റെ മകനാണ്, എൻ്റെ കസിനും കൂടെയാണ്. ഇദ്ദേഹമാണ് ഈ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു സ്പീക്കറിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പം സ്പീക്കർ എന്ന് പറയുമ്പോൾ ഇവിടെ 7.2 ആണ്. 7 സ്പീക്കേഴ്സ് ഉണ്ട്. 3 ഈ സ്ക്രീനിന്റെ പുറയിലും 2 ആ 2 സൈഡിലും 2 വരുന്നത് ആ ലൈറ്റിന്റെ അടുത്ത് മേളിൽ ആയിട്ടായിരിക്കും വരുന്നത്. അറ്റ്മോസിന്റെ മുകളിൽ. ഓക്കെ, അതിന്റെ ഒപ്പം 2 സബ് വൂഫർ ഉണ്ട്. അത് ഈ 2 കോർണേഴ്സിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഓരോ സ്പീക്കറും 120 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ 7 സ്പീക്കേഴ്സ് 840 വാട്ട്സും പിന്നെ 2 സബ് വൂഫർ 250 ഈച്ചാണ്. 500 ഈച്ച്. അപ്പോൾ ടോട്ടൽ ഒരു 1340 വാട്ട്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇത് ഏത് ബ്രാൻഡിന്റെ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ഇവിടുത്തെ സ്പീക്കേഴ്സും സബ് വൂഫേഴ്സും സ്ക്രീനും എല്ലാം വരുന്നത് ഷാർലിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ്. അവർ തന്നെയാണ് കസ്റ്റമൈസ് ചെയ്ത് ഈ ഫുൾ ഹോം തിയേറ്റർ കമ്പനിയാണ് ഷാർലിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവര് ഹോം തിയേറ്റർ സിസ്റ്റം ചെയ്ത് കൊടുക്കുന്ന ഏജൻസിയാണ്. അതെ അതെ. ഓക്കെ, അവരുടെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതെ. അപ്പൊ എല്ലായിടത്തും ഷാർലിയോ എന്നുള്ള ബ്രാൻഡിങ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആംപ്ലിഫയറിലാണേലും സ്ക്രീനിലാണേലും സ്പീക്കേഴ്സിലാണേലും എല്ലായിടത്തും ഷാർലിയോ ബ്രാൻഡിന്റെ പേരാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആകപ്പാട് ഈ ആംപ്ലിഫയറിൽ ഡെനോൺ എന്നുള്ളത് മാത്രമാണ് പ്രോപ്പർ ഒരു കമ്പനി നെയിമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ സ്ക്രീനിന്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്? സ്ക്രീൻ 150 ഇഞ്ചസ് ആണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഈ സൗണ്ട് പുറയിൽ 3 സ്പീക്കർ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ സൗണ്ട് ഉള്ളിലാണ് സ്പീക്കർ ഇരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വാട്ട്സ് കൂടി അല്ലെങ്കിൽ സൗണ്ട് നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് സ്പീക്കേഴ്സ് ഈ ഒരു സ്ക്രീനിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് സ്ക്രീനിന് തന്നെ ഒരു എലൈറ്റ് അക്കൂസ്റ്റിക് സ്ക്രീൻ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സൗണ്ട് വേവ്സ് അകത്തോടെ ട്രാവൽ ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ടിൽ നിന്ന് തന്നെ സൗണ്ട് വരുന്നതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ടൈപ്പ് സ്ക്രീനാണ്. ഓക്കെ, നമ്മൾ ശരിക്കും നമ്മുടെ പ്രോപ്പർ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലുള്ള സ്പീക്കേഴ്സ് അല്ലാതെ മെയിൻ സ്പീക്കേഴ്സ് എല്ലാം ഇതുപോലെ സിൽവർ സ്ക്രീനിന്റെ ബാക്കിലാണ് കാണുന്നത്. അവിടെയൊക്കെ തന്നെ ഈ ഒരു സ്ക്രീനിനകത്തൂടെയാണ് സൗണ്ട് വേവ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീനിന്റെ ബാക്കിലാണ് സ്പീക്കർ. ആ ഒരു അക്കസ്റ്റിക് ഇത് വേവ്സ് കടത്തി വിടുന്ന ടൈപ്പ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം സ്ക്രീനിൽ കാണാം, സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കേൾക്കുകയും ചെയ്യാം. കൃത്യം ഇതിനകത്തുനിന്നായതുകൊണ്ട് തന്നെ പ്രോപ്പർ ആ ഒരു വിഷ്വൽ എവിടെ നിന്നാണോ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ സൗണ്ടിന്റെ ഒരു സിഗ്നൽ നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു ബ്യൂട്ടി, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ബ്യൂട്ടി നമുക്ക് അവിടെ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോ നമുക്ക് ആ പ്രൊജക്ടറിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? പ്രൊജക്ടർ ബെൻക്യൂ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊജക്ടറാണ്. അതിനാണെങ്കിൽ 4K ക്വാളിറ്റി കിട്ടുന്നുണ്ട്. 1.8 ലാക്സിന്റെ കോസ്റ്റ് വരുന്നത്. കോസ്റ്റ് 1.8 ലാക്സിന്റെ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട്? ഈ ഒരു പ്രൊജക്ടറിന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്? ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓരോ മോഡ്സ് ഉണ്ട്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൾ ഞാനിപ്പോൾ ഗെയിം ചെയ്യുകയാണോ നമ്മൾ സിനിമ കാണുവാണോ അതിനനുസരിച്ച് തന്നെ നമുക്ക് മോഡ് മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ ഒരു കളറിന്റെ കോൺട്രാസ്റ്റ് ഒക്കെ വേരി ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോർമൽ ടിവിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഹോം തിയേറ്ററിലെ ആ ക്വാളിറ്റി, കോൺട്രാസ്റ്റ്, ആ ഒരു ബ്ലാക്ക് എലമെന്റ്സ് അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടി വി അതൊരു ഓലഡ് അതിൽ നിന്ന് തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസ് ആയതുകൊണ്ട് അവരുടെ ഒരു ബ്ലാക്കിന്റെ ഡെപ്തും ആ കളേഴ്സിന്റെ ഇങ്ങനെ പെർഫെക്ഷനും വരുന്നത് ഓബ്വിയസ്ലി നമുക്ക് ആ സ്ക്രീനിന്റെ അത്രയും വരത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ 150 ഇഞ്ചസിന്റെ ഒരു ബിഗർ ഫീലും പിന്നെ അതിന്റെ കൂടെ അറ്റ്മോസ്ഫിയറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസും ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഇവിടെ തന്നെയായിരിക്കും സാധാ ടി വിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു എ സിയും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ്ലി കവേർഡ് ചെയ്തിട്ടുള്ള ഒരു റൂം ആയതുകൊണ്ട് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന്
പ്ലേ ചെയ്ത് നോക്കാം. സോ ഇതിന്റെ ഈ ഒരു പ്രൊജക്ടറിന്റെ കാര്യത്തിൽ അതിലെന്തെങ്കിലും കംപ്ലൈൻസോ ഇഷ്യൂസോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അപ്പം പ്രൊജക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡെയിലി 3 to 5 hours ഒക്കെ മാക്സിമം യൂസ് ചെയ്താൽ മതി. അപ്പം പ്രൊജക്ടറിൻ്റെ ഒരു ബാറ്ററി ലൈഫ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആയിട്ടാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങളത് ആക്ച്വലി 3 to 5 കൂടുതൽ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം പ്രത്യേകിച്ച് കോവിഡിന്റെ ടൈമിലാണ് ഇത് ഫിറ്റ് ചെയ്തത്. അതെ അതെ, നമ്മൾ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ടൈം സ്ലോട്ട്സ് ഒക്കെ വെച്ച് എല്ലാവരും മൾട്ടിപ്പിൾ hours 8 to 10 hours ഒക്കെ എല്ലാ ദിവസവും ഇത് റൺ ചെയ്യുമായിരുന്നു. അങ്ങനെ പോയി ഇപ്പം കഴിഞ്ഞ ഈ ഒരു 2024 വെച്ച് ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ലൈറ്റിൻ്റെ വരുന്ന കളർ മൊത്തം പോയി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനായിട്ട് വരുമായിരുന്നു. അപ്പം അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനായിട്ട് വന്നതിന് ശേഷം വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ഷാർലി വിളിച്ചു. അവരാണെങ്കിൽ ഇത് കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ വന്നു, ഇത് കൊണ്ടുപോയി അവരതിനുള്ള സർവീസ് ചെയ്തു, എന്നിട്ട് തിരിച്ചുകൊണ്ടെന്ന് വെച്ചു. ഇപ്പം നോ ഇഷ്യൂസ്. ഓക്കെ. അപ്പോൾ ഈ പ്രൊജക്ടറിന്റെ കാര്യത്തിൽ നമ്മൾ 2-3 കാര്യങ്ങൾ നോർമലി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഒന്ന് 4 to 5 hours മാക്സിമം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞൊരു കൂളിംഗ് പീരീഡ് കൊടുക്കുക. പിന്നെ മാത്രമല്ല പ്രൊജക്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഇല്ലേ, അതായത് ഒറ്റയടിക്ക് പവർ ഓഫ് ചെയ്യാൻ പാടില്ല. അതെ അതെ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഇതിനൊരു UPS ഉണ്ട് ഇവിടെ, ഈ സ്പെസിഫിക്കലി ഈ പ്രൊജക്ടറിന് വേണ്ടി മാത്രം. അപ്പോൾ ഈ പ്രൊജക്ടർ യൂസ് ചെയ്യുമ്പോൾ UPSലോട്ട് കണക്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ സഡനായിട്ട് ഇപ്പോൾ ഒരു പവർ കട്ടോ അതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ആ UPS ഓൺ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കത് അതിന് ശേഷം ഓഫ് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ കൂളിംഗ് പീരീഡ് സംഭവിച്ചതിന് ശേഷം സ്വയം ഓഫ് ആയിക്കോളും. അപ്പം അതുപോലെ തന്നെ ഇൻസ്ട്രക്ട് ചെയ്തത് നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പിന് വേണ്ടി ഇത് ഓഫ് ചെയ്തിടേണ്ടതാണെന്നും നമ്മുടെ അടുത്ത് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. കൂളിംഗ് ഫാൻ ഓഫ് ആകുന്നത് വരെ യാതൊരു കാരണവശാലും പവർ ഓഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ എല്ലാ പ്രൊജക്ടറുകളിലും നമ്മളിത് പറയുന്ന ഒരു കാര്യമാണ്. എപ്പോഴും പ്രൊജക്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഓഫീസ് ആവശ്യത്തിന് അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ വീടുകളിൽ യൂസ് ചെയ്യുന്ന നോർമൽ പ്രൊജക്ടർ ആണെങ്കിൽ പോലും എപ്പോഴും കമ്പനി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊജക്ടർ ഓഫ് ചെയ്ത് അതിൻ്റെ കൂളിംഗ് ഫാൻ ഓഫായി ഒരു 2 മിനിറ്റൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പവർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ആകുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ പറ്റാതെ ഇത് പ്രൊജക്ടറിന് ഡാമേജ് വരും. അതുകൊണ്ടാണ് എല്ലാ കമ്പനികളിലും പ്രൊജക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ചെറിയ ഡീമെറിറ്റ് ആയിട്ട് പറയാവുന്ന മറ്റൊരു കാര്യം കൂടെയാണ്, അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമും ഇത് ഓഫ് ചെയ്യാനുള്ള ഒരു ടൈമിങ്ങും അല്ലേ? അതെ അതെ, ഇതിന് സ്റ്റാർട്ടിങ് ടൈം നമ്മളിപ്പോൾ എങ്ങനെ ഇത് ഓൺ ആക്കിയാലും ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 8 minutes എന്തായാലും എടുക്കും ഇത് കംപ്ലീറ്റ്ലി ഓൺ ആയി വരാൻ. അപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇപ്പം എൻ്റെ ഫാദർ ബ്രേക്കിന് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നിരുന്ന ഒരാൾ TV കാണാനായിട്ട് വരുവാണെങ്കിൽ ആ ഒരു ടൈം നമ്മൾ വേസ്റ്റ് ആണ്. നമ്മൾ 8 minutes അതിനും പിന്നെ ഓഫ് ചെയ്യാനും നമ്മൾ അതുപോലെ വേസ്റ്റ്. ഇപ്പോൾ 1 hour ബ്രേക്കിന് വരുന്ന ഒരാളുടെ 20 minutes അങ്ങനെ തന്നെ പോകും. അതുകൊണ്ട് അതിനൊക്കെ ആ ഒരു ഭാഗം ഒരു ഡിമർട്ടായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. അതല്ലാതെ നമ്മളൊരു മൂവി പ്രോപ്പറായിട്ട് കാണാനാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് ഈ ഒരു ഹോം തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിന്റെ കാര്യം കൂടെ അറിയാം. ശരിക്കും ഈ ഒരു റൂം എന്ന് പറയുന്നത് ഇത്രയും തിയേറ്റർ റൂമായിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇനിഷ്യലി എൻ്റെ അടുത്ത് ആ സമയത്ത് എനിക്ക് വലിയ പ്രായമില്ലായിരുന്നു, പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ ഒരു റൂം ഇങ്ങനെ എക്സ്ട്രാ ഒരു സ്റ്റഡി റൂം പോലെ എങ്ങാണ്ട് ബാക്കി വന്നതാണ്. അപ്പോഴത്തേക്ക് പേരൻസ് വിചാരിച്ചു വൈ നോട്ട് ഒരു TV റൂം പോലത്തെ ഒരു റൂം ആക്കിക്കൂടെ. അപ്പോൾ ആദ്യത്തെ കാലത്ത് ഈ ഒരു ലെങ്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫുൾ റൂം. എന്നിട്ട് ഇവിടെ ഒരു TV ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ 2 റിക്ലൈനേഴ്സും ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഈ 2 റിക്ലൈനേഴ്സും ഈ ഒരു TV ഉണ്ടായിരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കോവിഡ് എത്തുന്നതിന് മുമ്പ്, കോയിൻസിഡൻഷ്യലി കോവിഡിന്റെ സമയത്തിന് മുമ്പേ ഇത് ഉണ്ടാക്കി തീർന്നു. അവർ ഇവിടെ ഉണ്ടായിരുന്ന മതിൽ പൊളിച്ചിട്ട് ഇവിടെ നിന്ന് ഇത്രയും ഒരു 3 meters എങ്ങാണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് പണിഞ്ഞത്. പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം ബാക്കി ഉള്ള 4 സീറ്റ്സും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാത്തിനെയും ഒരു ഈക്വൽ ബ്ലാക്ക് തീം വെച്ചിട്ട് എല്ലാത്തിൻ്റെ അപ്പോൾസ്ട്രി അതുപോലെ മാറ്റി. ഓക്കെ. ഇതിപ്പം ശരിക്കും മേളത്തെ നിലയാണ് ഇത് വരുന്നത്. അപ്പൊ താഴെ വാർപ്പ് ചെയ്ത് ഇപ്പൊ താഴെ അവിടെ ഒരു ബാർബിക്യൂ സ്പേസ് ഒരു ബാർബിക്യൂ സ്പേസ് പോലെ. നേരത്തെ അവിടെ ചുമ്മാ ഗ്രാസ് ആയിരുന്നു. ഇപ്പൊ അവിടെ ഒന്ന് വെളിയിലോട്ട് ഇരിക്കാൻ പറ്റിയ ഒരു നേച്ചർ ഫീൽ കിട്ടാൻ വേണ്ടി ഒരു എക്സ്റ്റെൻഡ് ചെയ്ത ഏരിയയും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ മേളില് നമ്മൾ വാർത്തിട്ട് വീണ്ടും ഇത് കംപ്ലീറ്റ്ലി റൂഫും അതുപോലെ തന്നെ വാൾസും എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഇത്രയും വലിപ്പമുള്ള ഒരു തിയേറ്റർ റൂമാക്കി കൺവേർട്ട് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് 6 പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് കാണാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അഡീഷണലി നമ്മൾ സീറ്റിന്റെ അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പോഡിയം പോലെ അതെ, ഒരു 1.5 അടി പൊക്കത്തില് നമ്മൾ വുഡ് വെച്ച് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പുറകെ ഇരിക്കുന്നവർക്ക് നേരെ കാണാൻ പറ്റില്ല. ഈ ഒരു ഹൈറ്റ് ഡിഫറൻസിൽ ഇത്രയും ഭാഗത്തായിട്ട്
ഒരു ഹൈറ്റ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 2 തട്ടായിട്ടാണ് സീറ്റുകൾ ഇരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇവിടെ എല്ലാം ഓരോ ലൈറ്റ്സും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ആംബിയൻ ലൈറ്റ് പോലെ നമുക്ക് രാത്രിയിലൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാണാനായിട്ടെന്നുള്ള രീതിയിൽ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല റൂഫും ഒരു ബ്ലാക്ക് തീമിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൗണ്ട് പ്രൂഫിങ്ങിന്റെ കാര്യമാണ് ഈ ഒരു മെറ്റീരിയൽ എത്തിച്ച്. കാരണം തൊട്ടപ്പുറത്തൊരു ബെഡ്റൂമാണ്, ഈ ഫ്രണ്ടിൽ ഹാളാണ്, പിന്നെ വെളിയിലേക്ക് മറ്റു വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ശല്യമാകാത്ത രീതിയിൽ സൗണ്ട് പ്രൂഫിങ്ങിനകത്ത് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത് ആ ഒരു കാര്യം? അത് ഇത് ഈ സൗണ്ട് പ്രൂഫിങ് ചെയ്ത പാർട്ടും മൊത്തം ഷാർലിയോ എന്ന് പറഞ്ഞ കമ്പനി അവർ തന്നെയാണ് ചെയ്തത്. അപ്പം അവർ റെക്കമെൻഡ് ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയത്. ആദ്യം നമുക്ക് വേണമെങ്കിൽ മതിലിൽ ഓരോ ഡിഫറെൻറ്റ് രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് കൂടുതൽ സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടി തൊട്ടപ്പുറത്ത് പറഞ്ഞ പോലെ തൊട്ടപ്പുറത്ത് ബെഡ്റൂം ഉണ്ട്, വെളിയിലോട്ട് സ്റ്റഡി റൂംസും അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് സൗണ്ട് പോയിരിക്കാം ഫുള്ളി സൗണ്ട് പ്രൂഫ് ചെയ്ത് ആണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സൗണ്ട് പാനൽസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്, എന്നിട്ട് അത് മതിലോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുക. അതിന് മുകളിൽ കൂടെ ഒരു ലെയർ ഓഫ് ഈ ഒരു ബ്ലാക്കിഷ് ഗ്രേ തീമിന് വേണ്ടി ഈ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതില് എന്തെങ്കിലും ഒരു ഡിവൈസിനോ അല്ലെങ്കിൽ സൗണ്ട് പ്രൂഫിങ്ങിനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഇപ്പം ഏകദേശം ഒരു 4-5 വർഷത്തോളമായി ചെയ്തിട്ട് ഈ 5 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു? 5 വർഷത്തിനിടയിൽ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈൻസ് ആയിട്ടൊന്നുമില്ല നമുക്ക്. പിന്നെ ആസ് യൂഷ്വൽ 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഗ്ലൂ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഈ പാനൽ എങ്ങാണ്ട് ഒരെണ്ണം ഒരു തവണ ഇളകിപ്പോയിരുന്നു. പക്ഷെ നമ്മൾ അപ്പം തന്നെ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ ആ ദിവസം തന്നെ വന്ന് ഇത് ആക്ച്വലി ഒന്നുകൂടെ ഒട്ടിച്ച് വെച്ചിട്ട് അപ്പം തന്നെ പോയി. പിന്നെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിനപ്പോ അവര് അഡീഷണൽ പേയ്മെന്റ് വല്ലതും വാങ്ങിച്ചിരുന്നോ? ഇല്ല അവര് അത് വന്നിട്ട് വെറുതെ ഗ്ലൂ ചെയ്തിട്ട് പോയത്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള സർവീസും അവരുടെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? സർവീസും ക്വാളിറ്റി ഐ വുഡ് സേ ഇറ്റ്സ് വെരി ഗുഡ്. ഇതുവരെ അവര് തന്നെ ഇങ്ങോട്ടും പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നതും വെച്ച് നോക്കുമ്പോൾ അവര് കണ്ടിട്ടുള്ള ഏറ്റവും മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള തിയേറ്റർ ഇത് തന്നെയാണ് അവർ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ. എന്നിട്ട് അവർ വന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും അതുപോലെ തന്നെ വെരി ഗുഡ് ആണ്. ഓക്കെ. അപ്പം ഈ തിയേറ്റർ സെറ്റ് ചെയ്തത് അവരുടെ ഇൻപുട്ട് നിങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ടാണോ, അതോ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യുകയായിരുന്നോ, അതോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് പറഞ്ഞ് അതിലൊരു കോമൺ തീരുമാനത്തിലേക്ക് എത്തി ഇത് ചെയ്യുകയായിരുന്നോ? ഇനിഷ്യലി നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ട്, അവർക്കും ഇതുപോലെ ഹോം തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഇതിനെപ്പറ്റി അധികം ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ചോദിച്ചു, അവരുടെയും നമ്മൾ ഇൻപുട്ട് എടുത്തു. ഈ ഷാർലിയോ കമ്പനിയുടെ അവരുടെ ഇൻപുട്ട് എടുത്തിട്ട് നമ്മളൊരു ഫൈനൽ അഗ്രിമെന്റ് രണ്ടുപേരുടെ സജഷൻ ഇങ്ങോട്ടും അങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് എത്തിയത്. ഓക്കെ. അപ്പൊ ഈ തീം അടക്കം സ്പീക്കർ സിസ്റ്റങ്ങൾ എല്ലാം നിങ്ങൾ ഒന്നിച്ച് പലയിടത്തു നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുത്ത് അവരോട് പറഞ്ഞ് ഇന്ന വാട്ട്സിൽ തന്നെ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞെടുക്കുകയായിരുന്നു, അതോ ഈ ഒരു റൂമിന്റെ അളവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഈ സ്പീക്കറിന്റെ വാട്ട്സും മറ്റു കാര്യങ്ങളും അവര് സജസ്റ്റ് അത് ചെയ്തു? അവര് ഈ റൂമിന്റെ അളവ് വെച്ചിട്ട് സജസ്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ. അപ്പം ഈ സ്ക്രീൻ ആണെങ്കിലും 150 ഇഞ്ചസ് ഇത് ഈ വോട്ടിനുള്ള സ്പീക്കർ സിസ്റ്റവും എല്ലാം അവർ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് ചൂസ് ചെയ്തോളാം പറഞ്ഞിട്ടാണ് ചെയ്തത്. ഓക്കെ. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു ഫുൾ സിസ്റ്റം ചെയ്തതില്? ഇത് ചെയ്തതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ ഇതിനകത്ത് ഗെയിം കളിച്ചാലും ആ ഒരു ആക്ച്വൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നതും നമ്മൾ ടി വിയിൽ നിന്ന് കാണുന്നത് നല്ല വ്യത്യാസമുണ്ട്. നമുക്കപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും വളരെയധികം എൻജോയബിളും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു റൂമും ഒരു സെറ്റപ്പാണിത്. അപ്പൊ ഇത് മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കുന്നതിന്റെ കോസ്റ്റുകൾ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തപ്പം പ്രൊജക്ടറിനാണെങ്കിൽ 1.8 lakhs, എന്നിട്ട് ആംപ്ലിഫയറിനും അതുപോലെ 1.8 ആയിരുന്നു. ഈ സ്ക്രീൻ 115 സ്ക്രീനിന് 1.1 lakhs, പിന്നെ ഓവറോൾ ഈ അക്കൂസ്റ്റിക്സ് ഈ സ്പീക്കേഴ്സിനും എല്ലാം കൂടെ കൂട്ടി ഒരു 5 lakhs കൂടെ ആയിരുന്നു. അതല്ലാതെ പിന്നെ സെപ്പറേറ്റ് കോസ്റ്റ് വരുന്നത് ഈ റിക്ലൈനേഴ്സിനും പിന്നെ ഈ കാർപ്പറ്റിംഗ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത്. അപ്പോൾ ഓവറോൾ എല്ലാം കൂടെ വന്നപ്പോൾ ഒരു 10 lakhs റേഞ്ച് വന്നായിരുന്നു. അപ്പോൾ ഒരു 10 to 12 lakhിനുള്ളിൽ 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു തിയേറ്റർ സെറ്റപ്പ്. 6 ശരിക്കും പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ 9 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന അത്രയും സൈസ് ഉണ്ട് ഈ ഒരു തിയേറ്ററിന്. ഇനിയിപ്പം ഒരു ലെയറും കൂടെ സീറ്റിനകത്ത് ഇടാം, പക്ഷേ ഇവിടെ ഈ ഒരു ഫാമിലിയിൽ ഇത്രയും പേരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവർ 6 സീറ്റ് മാത്രമാണ് ഇട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കസേര ഇട്ടിരിക്കുന്ന ഡിസ്റ്റൻസും എല്ലാം അവർ പറഞ്ഞ് ചെയ്തതാണോ സ്ക്രീനിന്റെ സൈസ് അനുസരിച്ച്? സ്ക്രീനിന്റെ സൈസ് അനുസരിച്ച് ആ പുറയിലത്തെ നടുക്കത്തെ സീറ്റ് ആയിരിക്കും ഈ റൂമിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു
ഇൻ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന മോസ്റ്റ് അക്യൂസ്റ്റിക് സ്പോട്ട് വരുന്ന ആ നടുക്കത്തെ ഒരു സീറ്റ് ആയിരിക്കും. ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ പറഞ്ഞ പോലെ 7 പേരേ ഉള്ളൂ. 6 പേർക്ക് അവിടെ ഇരിക്കാം. പിന്നെ അനിയന് ഇരിക്കാൻ വേണ്ടി ഒരു ബീൻ ബാഗും കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പം ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഷാർലിയോ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിലും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഒക്കെ ആയിട്ട് എൻ്റെ നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഹോം തിയേറ്റർ സിസ്റ്റം ചെയ്യാനുണ്ടോ എന്നുണ്ടെങ്കിൽ അവരെയും കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെയും ഋഷി ഒബ്രായ സൈനിങ് ഓഫ് വിത്ത് ജേക്ക്. ഗുഡ് ബൈ.